അമ്മത്തേക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? ഓക്കെ. ഹായ്, ഞാൻ മഞ്ജു വാര്യർ, മൈജി മൂവി ബോക്സിൽ. ഗിഫ്റ്റുകൾ ഇഷ്ടമല്ലേ? പിന്നെ ഗിഫ്റ്റുകൾ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഗിഫ്റ്റുകൾ കിട്ടുന്നതാണോ കൊടുക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. അത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗിഫ്റ്റിന്റെ വലിപ്പത്തിലും അല്ലെങ്കിൽ എത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഗിഫ്റ്റ് എന്നുള്ളത് പോലും മാറ്റർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇന്ന് പോലും മൈജിയുടെ ഇനോഗ്രേഷൻ്റെ സ്ഥലത്ത് കുറച്ച് കുഞ്ഞു കുട്ടികളോ എന്ന് എനിക്ക് കുഞ്ഞു പൂക്കളോ കൊണ്ട് തന്നു. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. അതെ, അപ്പോൾ സ്നേഹത്തോടെ തരുന്ന മനസ്സാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഞാൻ 3 ഗിഫ്റ്റ് കൊണ്ടുട്ടുണ്ട് ചേച്ചിക്ക് തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നുമില്ല കേട്ടോ, തിരിച്ച് ഗിഫ്റ്റ് തരാം. അത് കുഴപ്പമില്ല. അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ തരുമ്പോൾ ഞാനൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ പോലെ അങ്ങനെ. ഓക്കെ, ശരി ഉത്തരം പറഞ്ഞാലേ ഉള്ളൂ ഗിഫ്റ്റ്? അല്ല, എന്തുത്തരം പറഞ്ഞാലും ഗിഫ്റ്റ് തരും. ഇതൊരു പവർ ബാങ്ക് ആണ്. അപ്പം ചേച്ചി ഇപ്പോൾ കുറേ യാത്രകളൊക്കെ പോകാറുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെയും അതുപോലെ സെലിബ്രിറ്റി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകാറുണ്ട്. ഇങ്ങനെ യാത്രകൾ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു പവർ ബാങ്ക് ആർക്കായിരിക്കും ചേച്ചി ഗിഫ്റ്റ് ചെയ്യാം? പവർ ബാങ്കോ? അപ്പോൾ ഫോണിൽ ചാർജ് നിൽക്കാത്ത അങ്ങനെ ഒരാളാരായിരിക്കും? പവർ ബാങ്കിന് ഒരാളുണ്ട്, ബിനീഷ് ഉണ്ട്. ഇതിപ്പോ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ നിന്ന് എടുത്തോണ്ട് പോകുന്ന ഒരാളാണ് ബിനീഷ്. പവർ ബാങ്ക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആള് എൻ്റെ ടീമിൽ ബിനീഷാണ്. അപ്പൊ അത് കാരണം നോ ഡൗട്ട് ദിസ് ഗോസ് ടു ബിനീഷ്. താങ്ക് യു അമിത. നെക്സ്റ്റ് വന്ന് ഒരു ഓവർ ഹെഡ്ഫോൺസ് ആണ്. ഹെഡ്ഫോൺ. അപ്പോൾ ഒരു മ്യൂസിക് ലവർ ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ആരായിരിക്കും? എനിക്ക് ഫ്രണ്ടിനെക്കാട്ടിൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചേട്ടനാണ്. എനിക്ക് മ്യൂസിക്കിൻ്റെ ടേസ്റ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിരിക്കുന്നതും ഒക്കെ ആദ്യമായിട്ട് പുതിയ പാട്ടുകളെ കുറിച്ച് കേൾക്കുന്നതും പുതിയതും പഴയതുമായിട്ടുള്ള പാട്ടുകളും ഒക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഒരാൾ എൻ്റെ ചേട്ടനാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഏറ്റവും വലിയ മ്യൂസിക് ലവർ ചേട്ടന് കൊടുക്കാം. ഓക്കെ ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഒരു ഈ സമ്മറിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫാൻ ആണ്, പോർട്ടബിൾ ഹാൻഡ് ഫാൻ. ഓക്കെ. ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ ഒരാളാരാണ്? ചൂട് അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. നോക്കട്ടെ, അടുത്ത ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ആരാന്ന് നോക്കട്ടെ, അവർക്കിത് ഗിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ആർക്കെ കിട്ടുമെന്ന്. മൈജി ഫാമിലിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പം ചേച്ചിയും. എപ്പോഴാണ് മൈജിയുടെ കൂടെ കൂടിയെന്ന് ഓർമ്മയുണ്ടോ? ആ ഒരു ഇയർ ഓർക്കുന്നുണ്ടോ? എത്ര വർഷമായി എന്ന് എനിക്ക്. ഓക്കെ, 2021 നവംബർ മൈജിയുടെ ബർത്ത്ഡേ മന്തിലാണ് ചേച്ചി മൈജി. അതെ, 5 വർഷത്തിൽ കൂടുതലായി. അതെ, 5 വർഷമായി. അപ്പോൾ ഈ ഒരു സമയത്ത് മൈജിയുടെ എല്ലാ വളർച്ചയിലും ചേച്ചിയും കൂടെ ഉണ്ട്. സോ മൈജിയോടുള്ള ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ബോണ്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എപ്പോഴും എന്താ പറയുക, അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വാല്യൂസുമായിട്ടും ഒക്കെ എവിടെയൊക്കെ ഒരു കണക്ഷനും ഒരു റിലേറ്റബിലിറ്റിയും തോന്നുന്ന ഒരു ബ്രാൻഡ്സ് ആവുമ്പോൾ അതിൻ്റെ ഒരു ജനങ്ങൾക്കും ആ ബ്രാൻഡിനോട് തോന്നുന്ന ഒരു റിലേറ്റബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇവിടെ മൈജി സ്റ്റോഴ്സിലൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഹരിപ്പാട് ഇനോഗ്രേഷൻ ചെയ്തപ്പോഴും അതിൻ്റെ സർവീസ്, നമുക്ക് എന്തെങ്കിലും സാധനം നമുക്കൊരു റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ അത് വന്ന് ശരിയാക്കി തരുന്നു എന്നൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സമീപനമൊക്കെ എനിക്ക് തോന്നുന്ന മൈജിക്ക് ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാ സ്റ്റോഴ്സും ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തവും സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള മൈജിയുടെ കൂടെയുള്ള എൻ്റെ യാത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെയും അങ്ങോട്ട് ഒരു ഫാമിലി പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഷാജി ആണെങ്കിലും കൂടെയുള്ള എല്ലാവരെയും ഒരു ഫാമിലി പോലെയാണ് ഷാജി ചേർത്ത് നിർത്താറ്. അപ്പോൾ ആ ഒരു സ്നേഹവും സപ്പോർട്ടും തിരിച്ച് അങ്ങോട്ടും ഷാജിക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. സോ അതെല്ലാം ഇതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു സക്സസ്സിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മൈജിയുടെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് കാലം ചേച്ചി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു അമിത. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇത്രയും ഗിഫ്റ്റ് തന്നില്ലേ, അമിതയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? ഓക്കെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. പ്ലീസ് അക്സെപ്റ്റ് ദിസ് ഫ്രം മീ. Thank you so much.